നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആരെ കൊന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിന്നെ അന്വേഷിച്ചേതാ പോലീസ് വന്നിട്ടുണ്ട്. എനിക്ക് ചില വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എവിടെ ഒന്ന് തനിച്ചിരിക്കാൻ പറ്റുന്നേ? മുകളിലേക്ക് പോവാം സാർ. നടക്ക്. നിങ്ങളിവിടെ എന്നാ മതി. മോഷണം ഉണ്ടല്ലേ നിനക്ക്? മോഷണോ? ഞാനൊരു അഡ്വക്കേറ്റ്, കുറച്ചുകൂടി മാന്യമായിട്ട് വേണം സംസാരിക്കാൻ. നീ എന്നെ മാന്യതൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം ആ സ്വർണം നിന്റെ തന്നെയാണെന്ന്. എവിടെയാ സ്വർണം? എവിടെയാടി നീ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സ്വർണ്ണോ? ഏത് സ്വർണം? മരിച്ചുപോയ ആ റൂബിയുടെ സ്വർണം. റൂബിയുടെ സ്വർണ്ണം കാണാനില്ലെന്ന് പറഞ്ഞ് അവരുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. നിന്നെയാണ് എല്ലാവർക്കും സംശയം. എനിക്കൊന്നും അറിയില്ല. ഞാൻ റൂബിയുടെ സ്വർണം എടുത്തിട്ടില്ല. ഉറപ്പാണോ? ഞാനെന്തിനാ സാർ നുണ പറയുന്നേ? എനിക്കറിയില്ല ആ സ്വർണം എവിടെ പോയെന്ന്. ഈ ആഭരണങ്ങൾ നിനക്ക് പരിചയമുണ്ടോ? ഇതാണ് റൂബിയുടെ ആഭരണങ്ങളെന്ന് ബന്ധുക്കൾ കണ്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇത് നീ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് സംശയിക്കണ്ട, നീ തന്നെയാണിത്. നിന്റെ കല്യാണ ഫോട്ടോയാണിത്. എന്നുവെച്ചാ നിന്റെ കല്യാണത്തിന് നീ ഇട്ടത് റൂബിയുടെ ആഭരണങ്ങളാണെന്ന് വ്യക്തം. പിന്നെ നീ അത് തിരിച്ചു കൊടുത്തില്ല. അതിനെ ചൊല്ലി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. റൂബിയെ ഇല്ലാതാക്കാൻ നീ തീരുമാനിച്ചു. വിഷം കൊടുത്ത് നീയാണ് റൂബിയെ കൊന്നതെന്ന് ഞാൻ പറഞ്ഞ നിനക്ക് നിഷേധിക്കാൻ പറ്റൂ? ഒരിക്കലും അല്ല സർ. റൂബിയുടെ ആഭരണങ്ങൾ കല്യാണ സമയത്ത് അവൾ എനിക്ക് തന്നിരുന്നു എന്നുള്ളത് നേരാ. ഞാനത് അന്ന് തന്നെ റൂബിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അതേ ഡിസൈനിലുള്ള മുക്ക് പണ്ടങ്ങൾ ഇട്ടോണ്ടാ ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയത്. റൂബിയുടെ ആഭരണങ്ങൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതവൾ അന്ന് തന്നെ ലോക്കറിൽ കൊണ്ടുവച്ചു. ഇല്ല, ഞങ്ങൾ ലോക്കർ പരിശോധിച്ചു. റൂബി അത് തിരിച്ചു വച്ചിട്ടില്ല. അവസാനമായി ലോക്കർ തുറക്കുമ്പോൾ ഒപ്പം നീ ഉണ്ട്. അതിനുശേഷം റൂബി ഒരിക്കലും ബാങ്കിലേക്ക് വന്നിട്ടില്ല. എന്ന് എനിക്കറിയില്ല. റൂബി എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു, സോൾമേറ്റ് ആയിരുന്നു. അവൾക്ക് മോശം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. നിന്നെ ഞാനേ വിശ്വസിച്ചെന്ന് വിചാരിക്കണ്ട. അന്വേഷണം തുടരും. എവിടെയെങ്കിലും വെച്ച് നിന്നെ പൂട്ടാനുള്ള അവസരം കിട്ടും. അപ്പൊ ഇതിനുള്ള മറുപടി പറയാം. ഞങ്ങൾക്ക് നിന്നെയാണ് സംശയം. ഇന്നല്ലെങ്കിൽ നാളെ നീ ഞങ്ങളുടെ പിടിയിലാവും.